പ്രസന്റേഷൻസ് ആനിമേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ എൻഗേജിങ് ആക്കാം എന്ന് നമ്മൾ കണ്ടു. പക്ഷെ പ്രസന്റേഷൻ ഉള്ളിൽ തന്നെ നമ്മൾ നേരത്തെ ആനിമേഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, ട്രിഗേഴ്സ്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഐക്കണിലോ അല്ലെങ്കിൽ ഒരു സ്പോട്ടിലോ ഒരു ടെക്സ്റ്റിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആനിമേഷൻ വരുന്ന രീതി. ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇന്ററാക്റ്റീവ് ആക്കാൻ, പ്രസന്റേഷൻസ് ഇന്ററാക്റ്റീവ് ആക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. സോ എങ്ങനെ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം. എന്താണ് ഒരു ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ യൂസേഴ്സിന്റെ ചോയ്സ് ഒക്കെ അനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാനും അതിനനുസരിച്ച് പല ഓപ്ഷനിലേക്ക് പോകാനും സാധിക്കുന്നതാണിത്. അപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം അവരെയും ഭാഗമാക്കാവുന്ന ഒരു പ്രോസസ്സ് കൂടിയാണിത്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻസ് അല്ലെ ക്വിസ് എലമെന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡിസിഷൻ ട്രീസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ തീരുമാനം എടുത്താൽ എന്ത് പറ്റും, അതിന്റെ കറസ്പോണ്ടിങ് ഓപ്ഷനിലേക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റുഡന്റ് ലെഡ് എക്സ്പ്ലോറേഷൻസ് ഒക്കെ നമുക്ക് ഇതിനനുസരിച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കോർ ടൈപ്സ് ഓഫ് ഇന്ററാക്ടിവിറ്റി, എന്തൊക്കെ തരത്തിൽ നമുക്ക് ഈ ഇന്ററാക്ടിവിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും? ഒന്നാമതായിട്ട് ഇന്റേണൽ ലിങ്കിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ബട്ടണെ, നമ്മളുടെ ഒരു സ്ലൈഡിലുള്ള ഒരു ബട്ടണെ വേറെ എന്തെങ്കിലും ഒരു സ്ലൈഡിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാണ്. ആ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ നിന്ന് ആ കറസ്പോണ്ടിങ് സ്ലൈഡിലേക്ക് നമ്മൾ ഒരു ലിങ്ക് സെറ്റ് ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ തിരിച്ച് ആ സ്ലൈഡ് മുഴുവൻ ബാക്ക് അടിച്ച് പോവാണ്. അപ്പൊ ആനിമേഷൻസ് ആഡ് ചെയ്തിട്ടുള്ള സ്ലൈഡ് ആണെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അത് നമുക്ക് മാത്രമല്ല, ഓഡിയൻസിന് നമ്മളെക്കാൾ കൂടുതൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവും. ഞാൻ മുൻപുള്ള സ്ലൈഡുകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ സ്ലൈഡ് പുറകിലേക്ക് മാറി 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 പോകുന്നത് ഞാനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്, നമുക്കൊരു ലോജിക്കിന്റെ ബ്രാഞ്ചിങ് ലോജിക്, അതായത് നമുക്കൊരു ആൻസർ എടുക്കുക. ആ ആൻസർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്നുള്ളത് അതിനനുസരിച്ച് ഒരു എക്സ്പ്ലനേഷൻ പുതിയൊരു സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാം. നമുക്കിത് ക്വിസിലേക്ക് ഉപയോഗിക്കാം. മൂന്നാമതായിട്ട്, നമുക്ക് ടൂളുകൾ എംബെഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് മെന്റിമീറ്റർ, പാഡ്ലെറ്റ്, ഗൂഗിൾ ഫോംസ്, ഇങ്ങനെ ഒരുപാട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ടൂളുകളുണ്ട്. അപ്പോൾ നമ്മളുടെ സ്ലൈഡിൽ തന്നെ ഒരു ക്വിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെ അസസ്മെന്റ് സെറ്റ് ചെയ്യുന്നതിന് പകരം, നമുക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ട് അതിലേക്ക് പോകുന്ന രീതിയിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇതിന്റെ ഒരു സാമ്പിൾ ഡെമോൺസ്ട്രേഷൻ ആണ് ആദ്യം കാണാൻ പോകുന്നത്. ഞാനൊരു ക്വിസ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അതിനനുസരിച്ച് നമ്മൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ അതിനുശേഷം ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്കത് കാണാം. ആദ്യം നമുക്കിതിനെ ഇൻ ആക്ഷൻ നമുക്കിതൊന്ന് ഒബ്സർവ് ചെയ്യാം. ക്വിസ് ടൈം എന്നുള്ള ഒരു സ്ലൈഡ് ഞാൻ കൊടുത്തു. ആൻഡ് നമ്മൾ ഇതിലൊരു ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, കാരണം ഞാനിത് ഇനീഷ്യലി ഇത്രയും വലുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സാധനം അല്ല. നമ്മൾ നേരത്തെ പഠിച്ച ആനിമേഷൻസിന്റെ നമ്മുടെ മോർഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ട്രാൻസിഷനിലെ, അതൊന്ന് കാണിക്കാൻ വേണ്ടി കൂടി ഞാനിത് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഞെക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഹെഡിങ്ങിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ഇത് കണ്ടോ? അതായത് ഒറിജിനലി ഞാൻ അവിടെയായിരുന്നു സെറ്റ് ചെയ്തത്. അവിടെ അതിന്റെ ക്ലാരിറ്റി ഭയങ്കര പക്കയാണ്. അത് ഞാൻ ഒരു അഡീഷണൽ സ്ലൈഡ് മുന്നോട്ട് ആഡ് ചെയ്തിട്ട് നമ്മളൊരു മോർഫ് ട്രാൻസിഷൻ കൊടുത്തു. ഒന്നുമില്ല, ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇനീഷ്യലി ഇങ്ങനെയാണ് ഇരുന്നത്, ഈ പൊസിഷനിലാണ് ഇരുന്നത്. ഞാനൊരു അഡീഷണൽ സ്ലൈഡ്, കാരണം ഇവിടെ കുറെ കാര്യങ്ങൾ വരാനുണ്ട്. അഡീഷണലി ഞാനൊരു സ്ലൈഡ് കൊടുത്തിട്ട് അതിലേക്ക് ഇത് വലുതാക്കിയിട്ട് എൻലാർജ് ചെയ്ത് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ മോർഫ് ട്രാൻസിഷൻ കൊടുത്തു. അപ്പോൾ മോർഫ് ട്രാൻസിഷൻ എന്താ സംഭവിക്കുക? എന്താണോ ചേഞ്ച് വരുത്തിയത് അത് സ്മൂത്ത് ആയിട്ട് നമ്മളെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. മറ്റേതായിരുന്നു, നമ്മൾ ട്രാൻസിഷൻ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നേരെ നമ്മൾ ഒരു വലിയ ഇമേജിൽ നിന്ന് ചെറിയ ഇമേജിലേക്ക് നേരെ ജസ്റ്റ് മാറുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രാൻസിഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ദ ഇന്ററാക്റ്റീവ് പാർട്ട്. ഞാൻ ഇവിടെ ഒരു ക്വിസ് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെയ്തത് ഒരു അനിമേഷൻ വെച്ചിട്ട് ഞാനൊരു എന്താ പറയാ, ഒരു ഇമേജ് കൊടുത്തു. അപ്പൊ ഇമേജ് ആരാണ് എന്നുള്ളത്, ആരുടേതാണ് എന്ന് ഗസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചോദിക്കാം. ഇതല്ല നമ്മുടെ ക്വിസ്, എന്നാലും ആനിമേഷൻ ഉള്ളത് കൊണ്ട് 1 by 1 ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ആരാണെന്നോ ഇത് എന്താണെന്നോ ഒക്കെ കുട്ടികളോട് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാം. The question is, who among the following is not a recipient of Nobel Prize from India? അപ്പൊ നൊബേൽ പ്രൈസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആർക്കൊക്കെയാണ് അത് കിട്ടിയതെന്നും ആർക്കൊക്കെയാണ് അത് കിട്ടാത്തതെന്നും ഒക്കെയുള്ള ഒരു ധാരണ, ആർക്കൊക്കെയാണ് അത് കിട്ടിയതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ക്വിസ് എന്ന് പറയുന്നത്. സോ 4 ഓപ്ഷൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഒറ്റ ക്ലിക്കിലെ ഈ ഓപ്ഷൻസ് എല്ലാം വന്നു. മദർ തെരേസ, CV രാമൻ, രവീന്ദ്രനാഥ ടാഗോർ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി ഞാൻ 2 എക്സ്ട്രാ ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ, സ്കിപ്പ്
ക്വിസ് ആൻഡ് പ്രൊസീഡ്, അതായത് ഈ ക്വിസ് സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിൽ നോക്കാം. സോ എങ്ങനെയാണ് ഇന്ററാക്ടിവിറ്റി ആഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ മദർ തെരേസയിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. ഞാൻ ഇവിടെ മദർ തെരേസയിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ആൻസർ തെറ്റാണ് എന്ന് നമുക്ക് അറിയാം, പക്ഷെ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. സോ മദർ തെരേസയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇൻകറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഓപ്ഷൻ എ മദർ തെരേസ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. മദർ തെരേസ ഗോട്ട് നോബൽ പ്രൈസ് പീസ് പ്രൈസ് ഇൻ 1979 എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ്, പ്രിഫറബിളി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഓർ ദ കോണ്ടന്റ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ക്ലാസ്. ഇവിടെ നമ്മൾ 2 അഡീഷണൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കറക്റ്റ് ആൻസർ, അതായത് നമുക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി കറക്റ്റ് ആൻസറിലേക്ക് ജമ്പ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ലിങ്ക് ആണെന്ന് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ഇത് കണ്ടോ, മൗസിന്റെ കഴ്സർ മാറുന്നുണ്ട്. ഇവിടെ ഇത് ആരോ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് സെലക്ഷൻ ടൂളിലേക്ക് വരുന്നുണ്ട്. ദെൻ ഗോ ബാക്ക് ടു ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് വിൽ ഗോ ബാക്ക് ടു ദ ഒറിജിനൽ ക്വസ്റ്റ്യൻ. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ, ലെറ്റ്സ് സേ ഓപ്ഷൻ ബി ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക. വെൻ യു ക്ലിക്ക് ഓൺ ദാറ്റ്, അഗെയിൻ ഇറ്റ്സ് ആൻ ഇൻകറക്റ്റ് ആൻസർ. ബി സി വി രാമൻ നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ ഏതാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സോ if you want, you can go to the correct answer or you can go back to the question. So if you click on this, we will be taken to the question itself. മൂന്നാമത്തെ ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഗെയിൻ ഇൻകറക്റ്റ് ആൻസർ, സെയിം പ്രോസസ് റിപ്പീറ്റ്സ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ സ്ലൈഡുകളെല്ലാം ഒരേ ടെംപ്ലേറ്റിൽ ഡിസൈൻ ചെയ്താൽ മതി. അതിൽ ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം മാറ്റിയാൽ മതി. വിൽ ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ആൻസർ ഇതുവരെ അറിയത്തില്ലാത്ത ആർക്കും ആൻസർ അറിയാം, ബിക്കോസ് ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഡി എ പി ജെ അബ്ദുൽ കലാം, നോബൽ പ്രൈസ് കിട്ടാത്ത ഇന്ത്യക്കാരൻ ഈ ലിസ്റ്റിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ്. സോ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇസ് ദ കറക്റ്റ് ആൻസർ. അവിടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹി ഡിഡ്ന്റ് വൺ എ നോബൽ പ്രൈസ്, ബട്ട് ഹി ഈസ് സ്റ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ലൗഡ് ലീഡേഴ്സ് ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി. ഇവിടെ നമുക്ക് യു ക്യാൻ ഐദർ ഗോ ബാക്ക് ടു ക്വസ്റ്റ്യൻ ഓർ യു ക്യാൻ പ്രൊസീഡ് ടു നെക്സ്റ്റ്. വിൽ ഗോ ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഗോ ബാക്ക് ടു ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. സോ വിൽ ക്ലിക്ക് ഓൺ കറക്റ്റ് ആൻസർ. അപ്പൊ എന്ത് പറ്റി, നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് വീണ്ടും വന്നു. സോ അവിടെയും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഇവിടെ സ്കിപ്പ് ക്വിസ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു തവണ കൂടി ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കാൻ പോകുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കം ഹിയർ. ബട്ട് ഓൾറെഡി ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് യു ക്യാൻ സ്കിപ്പ് ദ ക്വിസ് ആൻഡ് പ്രൊസീഡ്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനിലേക്ക് വരും. ഇവിടെ നിന്ന് ബാക്ക് അടിച്ചാലും യു വിൽ ബി ടേക്കൺ ടു ആ സ്ലൈഡിന്റെ ഓർഡറിൽ കറക്റ്റ് ആൻസർ ആണ് കിടക്കുന്നത്, അവിടേക്കാണ് വരുന്നത്. ആൻഡ് ഇവിടെയും ഒരു പ്രൊസീഡ് ടു നെക്സ്റ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ടേക്കൺ ടു ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ്. സോ നമുക്ക് ഇങ്ങനെ ആനിമേഷൻ ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഓരോന്നും ഓരോ സ്ലൈഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ സ്ലൈഡ് നമ്മളുടെ ക്വസ്റ്റ്യൻ സ്ലൈഡ് ആണ്. രണ്ടാമത്തെ സ്ലൈഡ് ഇൻകറക്റ്റ് ആൻസർ, ഓപ്ഷൻ എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ ബി ഇവിടെ ഉണ്ട്, ഓപ്ഷൻ സി ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി ഇവിടെ ഉണ്ട്. ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ബി ആയിരുന്നെങ്കിലും നമുക്ക് ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറ്റിയാൽ മതിയായിരുന്നു. സോ വാട്ട് ഐ ഡിഡ് ഇസ്, ഞാൻ ഇവിടെ ആദ്യം ചെയ്തത്, ഞാൻ ഇവിടെ ഒരു ബോക്സ് ഇൻസേർട്ട് ചെയ്തു, ഒരു ബട്ടൺ ഇൻസേർട്ട് ചെയ്തു. സോ ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്സിൽ പോയിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ നമുക്ക് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ അതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. പിന്നെ ഞാൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് 4 ഡിഫറെന്റ് ഓപ്ഷൻസ് ഒരേ കളറിൽ തന്നെ ബിൽഡ് ചെയ്തു, ഷോയിങ് ദാറ്റ് ദീസ് ആർ ഓൾ ആൻസേഴ്സ് ടു ദാറ്റ്. അതിനുശേഷം 2 ചെറിയ ബോക്സ് ആഡ് ചെയ്തു. ഒന്ന് കറക്റ്റ് ആൻസർ, സ്കിപ്പ് ക്വിസ് ആൻഡ് പ്രൊസീഡ്. അപ്പൊ നമുക്ക് ഈ ലോജിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ലിങ്ക് ചെയ്യേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ദെൻ ഇൻകറക്റ്റ് ആൻസേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകറക്റ്റ് ആൻസർ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു. മദർ തെരേസ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ആ സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു, ഫോട്ടോ ആഡ് ചെയ്തു. അവിടെയും നമ്മൾ 2 ഓപ്ഷൻസ് താഴെ ആഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഉണ്ട്, ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് കറക്റ്റ് ആൻസറും സ്കിപ്പ് ക്വിസ് ആൻഡ് പ്രൊസീഡ്, അതായത് ക്വിസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്ലൈഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഫോർ ദ ലിങ്ക് ടു വർക്ക്. ഇതേ രീതിയിൽ മദർ തെരേസയുടെ ആൻസർ ക്രിയേറ്റ് ചെയ്ത പോലെ സി വി രാമനും രവീന്ദ്രനാഥ് ടാഗോറിനും വേണ്ടിയിട്ട് നമ്മൾ ലിങ്കുകൾ സെറ്റ് ചെയ്തു, സ്ലൈഡുകൾ സെറ്റ് ചെയ്തു. ദെൻ കറക്റ്റ് ആൻസറിൽ വന്നപ്പോൾ നമ്മൾ ആ കളർ ഒന്ന് മാറ്റി ഗ്രീൻ കൊടുത്തു, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. Then once you have identified the correct answer, നമുക്ക് proceed to next, go back to the question.
അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക മാത്രമല്ല, നമുക്ക് ഈ ബാക്കി നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരെ പറ്റിയിട്ട് ചില കാര്യങ്ങളൊന്നുകൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡീഷണൽ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ ഇവിടെ ആഡ് ചെയ്തതിനെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇവിടെ ലിങ്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മളിതാ ഈ ബോക്സിൽ, ഈ ബട്ടണിൽ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ടിൽ നമുക്ക് ഇതാ ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് വെബ് പേജിലോ ഫയലിലോ ഒക്കെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്കുകളാണെങ്കിൽ നമുക്ക് പോകാം. നമുക്കിവിടെ ആക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ചെയ്യാൻ സാധിക്കും. കുറേയധികം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സോ അതിൽ തന്നെ നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ എന്താ സ്ലൈഡ് ഇവിടെ നമുക്ക് ഹൈപ്പർ ലിങ്ക് ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നെക്സ്റ്റ് സ്ലൈഡ് വേണോ, പ്രീവിയസ് സ്ലൈഡ് വേണോ, ഫസ്റ്റ് സ്ലൈഡ്, ലാസ്റ്റ് സ്ലൈഡ് വ്യൂയുടെ, എൻ ഷോ, കസ്റ്റം ഷോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സ്ലൈഡ്, URL, അതർ പവർ പോയിന്റ് പ്രസന്റേഷൻ, അതർ ഫയൽ, ഇങ്ങനെ കുറെ അധികം ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് സെലക്ട് ചെയ്തിരുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതും കിടപ്പുണ്ട്. അപ്പൊ നമ്മളിവിടെ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും, ഏത് സ്ലൈഡാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ മദർ തെരേസ എന്നുള്ള ഓപ്ഷൻ ആയതുകൊണ്ട് അതിനോട് കറസ്പോണ്ടിംഗ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുന്നു. ദെൻ നമുക്ക് അവിടെ ഒരു സൗണ്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഓപ്ഷൻസിൽ നിന്ന് ഒരു സൗണ്ട് വേണമെങ്കിൽ എടുക്കാം. ആ മൂവ്മെന്റിന്റെ സമയത്ത് നമുക്ക് ക്ലിക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം. മൗസ് ഓവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമുക്ക് ജസ്റ്റ് മൗസ് വന്നാൽ തന്നെ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് മൗസ് ക്ലിക്ക് ആണ്. ആൻഡ് വിൽ ക്ലിക്ക് ഓൺ ഓക്കെ. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വന്നു. ജസ്റ്റ് വി വിൽ, ഇവിടെ വർക്ക് ആവില്ല. നമ്മൾ ചെയ്യുന്ന എവിടെയാണ്, സ്ലൈഡ് ഷോയിൽ പോകുന്നു. ഫ്രം കറന്റ് സ്ലൈഡ് നമ്മൾ എടുക്കുന്നു. ആൻഡ് അനിമേഷൻസ് ഒക്കെ വർക്കായി കഴിയുമ്പോൾ വിൽ ക്ലിക്ക് ഓൺ മദർ തെരേസ. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ദിസ് ഇസ് ഹൗ you make your presentations interactive. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളുടെ കൂടെ തന്നെ ആനിമേഷൻസ് നമ്മളിവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ട്രാൻസിഷൻസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ആക്ഷൻസ് അല്ലെങ്കിൽ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ യു ക്യാൻ മേക്ക് യുവർ പ്രസന്റേഷൻസ് ഇന്ററാക്റ്റീവ്. ഇനി ഇങ്ങനെ നമ്മൾക്ക് ഇന്ററാക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന സമയത്ത്, ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിരിക്കണം. ക്ലിക്ക് ടു എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ ക്ലിക്ക് ടു മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്, അല്ലെങ്കിൽ എൻഡ് പ്രസന്റേഷൻ, അല്ലെങ്കിൽ ടേക്ക് മീ ടു ഷോ കറക്റ്റ് ആൻസർ എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് ഇത് എഴുതാൻ പറ്റണം. രണ്ട്, നമുക്ക് നാവിഗേഷൻ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഐക്കൺസ് ഉപയോഗിക്കണം. ഇപ്പൊ ഓരോ സ്ലൈഡിലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ രീതിയിലുള്ള കളർ പാറ്റേൺസും മൂവ്മെന്റ്സും ഒരേ ഷേപ്പും സ്റ്റൈലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഏത് സ്ലൈഡിൽ പോയാലും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ, ഈ ലിങ്കുകളെല്ലാം തന്നെ ക്ലാസ്സിന്റെ മുമ്പിൽ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാനിത് ആക്ച്വലി ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലതവണയും നമുക്കിത് ഫെയിൽ ആയി പോയിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും ഒക്കെ ചില ലിങ്കുകളൊക്കെ വർക്ക് ആവാണ്ട് വരും. സോ അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എപ്പോഴും നമ്മൾ ഒരു ഹോം അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ നമ്മൾ ആഡ് ചെയ്തിരിക്കണം ടു അവോയ്ഡ് കൺഫ്യൂഷൻ. ഡോണ്ട് ഓവർ ലിങ്ക്. എവറി ഇന്ററാക്ഷൻ ഷുഡ് ഹാവ് എ പേർപ്പസ്. നമുക്ക് എന്നാൽ പിന്നെ സ്ലൈഡിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ബട്ടണോട് എല്ലാ ഇതിലും കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, റാൻഡം ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാതെ ലിങ്ക് ചെയ്യാൻ പാടില്ല. രണ്ട്, എപ്പോഴും ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ലീഡ് ടു സംവെയർ മീനിങ് ഫുൾ. ആവശ്യമില്ലാതെ നമ്മൾ ഒരു അഡീഷണൽ ലിങ്ക് കൊടുക്കാൻ പാടില്ല.